ഇന്ന് നമ്മൾ ജനുവരി 26 ഗൈസ്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. പിന്നെ ഇന്ത്യയിലൊക്കെ ഇന്ന് ഫ്ലാഗ് റോസ്റ്റിംഗ് ആണ്. ഇവിടെ കാണില്ല ഗൈസ്. ഇവിടെ ഫ്ലാഗ് പോലും വാങ്ങാൻ കിട്ടത്തില്ല. ഇന്ത്യയുടെ കാണുന്നത് ലോസ് ആൻഡോസ് ആണ് ഗൈസ്. ഫ്രാങ്ക്ലിന് നമുക്ക് ഫ്ലാഗ് റോസ്റ്റിംഗ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് എന്താ? നമ്മളെ ഇന്ത്യയിൽ നിന്നൊക്കെ അല്ലേ ഫ്രാങ്ക്ലിന് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാതിരിക്കും. ഒന്ന് സമാനപ്പെടുക, എന്തെങ്കിലും വഴി കാണും. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങളൊന്ന് വണ്ടിയിൽ കയറി നമുക്ക് നേരെ സിമിയോൻ്റെ ഷോറൂമിലോട്ട് പോകും. എന്തിനാ ഫ്രാങ്ക്ലിന് നമ്മൾ പുതിയ കാർ എടുക്കാൻ പോകണോ? കാറൊന്നുമില്ല. എന്താ സിമിയോൻ്റെ കടയിൽ ഇപ്പോൾ ഫ്ലാഗ് കൊടുക്കുന്നുണ്ടോ? അത് പോടാ. എനിക്ക് സിമിയോൻ്റെ കടയിൽ കാർ മാത്രമേ കൊടുക്കൂ. നമ്മൾ കുറേ കാറുകൾ വാങ്ങാൻ പോവുക. ഒരു ഐഡിയ, ഒരു സയൻസ് എക്സ്പീരിമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ കാറുകൾ വെച്ചിട്ടാണ്. എന്തുട്ട് ഫ്രാങ്ക്ലിന് അക്ക ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മിണ്ടായിരിക്കും അവിടെ. ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മളെ ഇന്ത്യയിൽ ഒരു ഫ്രാങ്ക്ലിനുണ്ട് ഗൈസ്. അവൻ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നേരെ സിമിയോൻ്റെ ഷോറൂമിലോട്ട് പോയി ആ കാറൊക്കെ ബുക്ക് ചെയ്യാം ഗൈസ്. റിപ്പബ്ലിക് ഡേ ആയിട്ട് സിമിയോൻ്റെ ഷോറൂമിൽ കാർസൊക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്താ ഇത്? ഇവിടെ ഒറ്റൊരു കാർ പോലും ഇല്ലല്ലോ ഗൈസ്. ഇത് ഒറ്റൊരു ബൈക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ വിൻഡോ ഷോപ്പിങ്ങിന് കുറച്ച് ആൾക്കാർ. സിമിയോണോട് പോയി. സിമിയോണേ സിമിയോണിനെ ഇവിടെ നിന്ന് കാണും. വന്ന നീ നട ഫ്രാങ്ക്ലിനെ. ഇവിടെ ഇന്ന് കച്ചവടമൊക്കെ കൂടുതലുണ്ടായിരുന്നു. കാറെല്ലാം വിറ്റുപോയി. ഇന്ന് കാറൊന്നുമില്ല. പോയിട്ട് വേറൊരു ദിവസം. എടാ പൊട്ട, ഞാൻ ഇന്ന് കാറ് വാങ്ങാനല്ല വന്നത്, കാറ് ബുക്ക് ചെയ്യാനാണ് വന്നത്. റേഞ്ചർ റോവറാണ് എനിക്ക് വേണ്ട. ഇവിടെ ഫോർച്യൂണർ കിട്ടൂല ഗൈസ്. ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ ഫോർച്യൂണർ വെച്ചാൽ ചെയ്തേ. ഒരു കാറിലെ ആൾക്ക് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് തരാം. ഒരു കാറൊന്നുമല്ല, ഒരു 24 കാർ വേണം. വെയിറ്റ്, ഞാൻ നോക്കട്ടെ. എടാ, അതിൽ 24 കാറുണ്ടാവില്ലേ? അതിലൊരു 8 ഓറഞ്ച്, 8 ഗ്രീന്, പിന്നെ എത്ര വേണം? പിന്നെ 6 വൈറ്റ് കളറിലും 2 ബ്ലൂ കളറിലും. നീ എന്താണ് ടാക്സിയുടെ ബിസിനസ് തുടങ്ങാൻ പോകണോ? തുടങ്ങും. ഇന്നല്ല, വേറൊരു ദിവസം. ഇതിൽ ഞാൻ പറയുന്നത് എങ്ങോട്ടാണ് കൊണ്ടുവരണ്ടേ? പലേറ്റപ്പയിലൊരു എയർപോർട്ടില്ലടാ. അങ്ങോട്ട് നീ കൊണ്ടുപോവാ. ഓക്കേടാ ഫ്രാങ്ക്ലിന്. പൈസ ഞാൻ തരാം. നീ കാറുണ്ടോ ആദ്യം? കാറ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുവേ സിമിയോണെ. നീ ആയതുകൊണ്ടാണ് ഞാൻ പറയണത്. നിന്നെ എനിക്കറിയാവേ. ഷിൻചാനെ ഒന്ന് കയറാ. കേസ് നമ്മളങ്ങനെ കാറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി എയർപോർട്ടിലോട്ട് പോവാം ഗൈസ്. സാൻഡിയിലും ഉള്ള എയർപോർട്ടിലോട്ട് പോവാം, പലേറ്റപ്പയിൽ. പിന്നെ ഗൈസ് അവിടെ ആകുമ്പോൾ കുറേ സ്പേസ് കാണും. അവിടെ ആകുമ്പോൾ നിങ്ങൾ പ്ലെയിനൊന്നും ലാൻഡ് ആവത്തില്ല. അതാണ് ഗൈസ് ഞാൻ അവിടെ തിരഞ്ഞെടുത്തത്. പക്ഷേ ഈ ബൈക്കുകളിൽ കൊണ്ടിടിക്കുമ്പോൾ അമ്മമാർ തെറിച്ചൊക്കെ പോകുന്നുണ്ട്. എപ്പോഴാണ് കേസാവണേന്ന് അറിയാൻ പറ്റില്ല. നമ്മുടെ കാലിൽ ബ്ലഡൊക്കെ അറിയാൻ പറ്റില്ല ഗൈസ്. റെഡ് കളറിലായതുകൊണ്ട് ഈ കാറ് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ബ്ലഡ് ആയാലും ഈ വണ്ടിയിൽ പോണവന്മാരെ. ഇതാ വീണ്ടും ഒരുത്തൻ ഇടിച്ചിട്ട്. പിന്നെ ഗൈസ് ഈ വീഡിയോ ഇതിലേക്ക് ലൈക്ക് ചെയ്യാത്തതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ ഗൈസ് ഈ വീഡിയോയ്ക്ക് സബ് ചെയ്തതാണെങ്കിൽ സബ് ചെയ്യുക ഗൈസ്. ഗൈസ് ഹാപ്പി റിപ്പബ്ലിക് ഡേ ഗൈസ്. നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തരിക ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇതാണ് ഗൈസ് ഇന്ത്യ ഫ്രാങ്ക്ലിൻ ചെയ്ത പോലത്തെ ഒരു മോഡലാണ് നമ്മളും ചെയ്യാൻ പോകുന്നത്. ഫ്രാങ്ക്ലിൻ ഇതാണ് ഫ്രാങ്ക്ലിനൊന്നും ഉദ്ദേശിച്ചത്. അതേടാ ഷിൻചാനെ, ഇപ്പോൾ മനസ്സിലായി ഫ്രാങ്ക്ലിൻ എന്നാ.
ഉമാറി ഇത്രയും നേരം മനസ്സിലായില്ലേ, ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, നമ്മളങ്ങനെ പലറ്റപ്പേല സാൻഡിയിലങ്ങൻ്റെ ഉള്ള എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. സ്ഥലപ്പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കൂടെ ഇറങ്ങാം ഗൈസ്. സിമിയോൺ ഇതുവരെ കൊണ്ടുവന്നില്ലടാ കാറൊന്നും. നമ്മൾ കുറേ നേരം ഡ്രൈവ് ചെയ്തിട്ടില്ല ഇവിടെ വന്ന്. സിമിയോൺ ഇതുവരെ വന്നില്ലേ. കൊണ്ടുവന്നില്ലെങ്കിലാണ് എൻ്റെ സ്വഭാവം മാറണം ഗൈസ്. പൈസ 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 കൊണ്ടുവരില്ല സമയത്തിന്. ഓക്കെ ഗൈസ്, കൊണ്ടുവന്നിട്ടുണ്ട്. ഗൈസ്, സിമിയോണിവിടെ കാറെ കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞ അതേപോലെ ചെയ്തു. റേഞ്ച് റോവർ കുറേ ഗ്രീനും 8 ഗ്രീന്, 8 ഓറഞ്ച്, 6 വൈറ്റ്, 2 ബ്ലൂ. ഈ സിമിയോണിൻ്റെ 2 വണ്ടിയിലൊക്കെ ആയിട്ടാണ് വന്നത്, 2 ട്രക്ക്. സിമിയോണ് മൊത്തത്തിൽ എത്ര രൂപയായി? മൊത്തം ഒരു $50 മില്യൺ ആവും. പക്ഷേ ഇന്ന് റിപ്പബ്ലിക് ഡേ ഉണ്ട്. നിനക്ക് ഞാൻ ഒരു ഓഫറൊക്കെ ഇട്ട് തരാം. ഒരു 25 മില്യൺ തന്നാൽ മതി. ഓക്കേടാ, ഞാൻ നിൻ്റെ ഫോണിലോട്ട് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ഓക്കേടാ ബൈ. ഓക്കെ ഗൈസ്, ഈ കാറൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്തിടാൻ കുറച്ച് ടൈം എടുക്കും. ആ നേരം കൊണ്ട് നിങ്ങൾ പോയി ലൈക്കും സബും ചെയ്തിട്ട് വാ ഗൈസ്. റിപ്പബ്ലിക് ഡേ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ ലൈക്കൊക്കെ തരാനാണ്. നിങ്ങളിങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഈ വണ്ടിയൊക്കെ എടുക്കാൻ കുറേ സമയം എടുക്കും. നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, പിന്നെ മൊബൈലിലേക്ക് ഇതെന്താണ് സെറ്റായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഡ്രോൺ ഷോട്ട് കാണിച്ചു തരാം ഗൈസ്. ഞാനൊന്ന് ഡ്രോണിനൊന്ന് കൺട്രോൾ ചെയ്യട്ടെ ഈ മൊബൈലിൽ കൂടെ. ഓക്കെ, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. നേരെ ഇതേ കണ്ടോ ഗൈസ്, ഇതാണ് ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ ഗൈസ് ഞാൻ എന്തിനാണ് ഈ കാറ് കൊണ്ടുവന്നതെന്ന്? ഇന്ത്യ ഫ്രാങ്ക്ലിൻ ചെയ്ത പോലെ തന്നെയാണ്. പക്ഷെ ഞാൻ റേഞ്ച് റോവർ വെച്ച് ചെയ്തു, അവൻ ഫോർച്യൂണർ വെച്ച് ചെയ്തു ഗൈസ്. അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഗൈസ്, കഴിഞ്ഞ റിപ്പബ്ലിക് ഡേക്ക് ഞാൻ ഇട്ട വീഡിയോ അപ്ലോഡ് ആയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.